ധന്യൻ മറിവാനോസ് തിരുമേനി ഉപയോഗിച്ച അതേ കൈസ്ലീവായും മോതിരവും കുരിശുമാലയും തന്നെയാണ് അത്യഭീന്ന ബാബ തിരുമേനി ഈ പട്ടാഭിഷേക ശുശ്രൂഷയിലും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഹോമോലോഗിയോ ശ്രവിക്കാം. കർത്താവേ മിശിഹായിൽ വാത്സല്യമുള്ള സഹോദരന്മാരെ, നിരുപമമയനായ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് സമീപിക്കുന്നതിന് നിങ്ങൾ മനസ്സ് വച്ചിരിക്കുന്നു. നിസ്തുലങ്ങളും സകലത്തിലും പരിശുദ്ധവുമായ രഹസ്യങ്ങൾക്ക് ദൃക്സാക്ഷിയാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിസ്സാരനും അയോഗ്യനുമായ നമ്മുടെ മധ്യസ്ഥത മൂലം സകല ശ്രേഷ്ഠ ദാനങ്ങളും ഉത്കൃഷ്ട നൽവരങ്ങളും നൽകുന്നവനായ ദൈവത്തിൻ്റെ കൃപയാൽ മഹാവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനും ലോകത്തിന് ഉപരിസ്ഥമായിരിക്കുന്ന മഹാജ്ഞാനം പ്രാപിക്കുന്നതിനും നിങ്ങൾ ആഗ്രഹിച്ച് വന്നിരിക്കുന്നു. ശ്ലൈഹികമായ പരിശോധന നിങ്ങളുടെ അടുക്കൽ ഞാൻ നിർവഹിച്ചു. പ്രധാനാചാര്യന് അനുയോജ്യമായിരിക്കുന്ന പ്രകാരം ഞാൻ നിങ്ങളുടെ മുൻപാകെ വഴിയൊരുക്കി. വിശുദ്ധ കൂദാശകൾക്ക് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അനുയോജ്യമായ പ്രകാരം നിർവിഘ്നമായി നടക്കുന്നതിന് നിങ്ങൾ സന്നദ്ധരായിക്കൊള്ളുക. പൗരോഹിത്യപരമായ ജീവിതം നിങ്ങൾ കരസ്ഥമാക്കണം. ഇതുമുതൽ സൗഭാഗ്യപരമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടും. ഞാൻ ദൈവകൽപ്പന നിറവേറ്റിയവനെ പോലെ ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ വാത്സല്യമുള്ള മക്കളെ, ഈ ശുശ്രൂഷയ്ക്ക് അടുത്തു വരുന്നത് തിരിച്ചറിവില്ലാതെയോ സൂക്ഷ്മക്കുറവാലോ ലൗകിക ഉടമ്പടിയാലോ അല്ല. പൂർണ്ണമായും ഭവനാംഗം എന്ന നിലയിൽ ശക്തിക്ക് തക്കവണ്ണം ഈ പദവിയിൽ ശുശ്രൂഷ ചെയ്യാത്തവർ ഇത് കൈക്കൊള്ളുവാൻ യോഗ്യരല്ല. അയോഗ്യരെ കൃപ സ്പർശിക്കുന്നില്ലെന്നും പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തിൽ ജ്ഞാനം അധിവസിക്കുന്നില്ലെന്നും വിജ്ഞാനപ്രദവും മർമ്മപരവുമായ വചനത്താൽ ഉപമയായി പറയപ്പെട്ടിരിക്കുന്ന പ്രകാരം തന്നെ. വീണ്ടും ശുശ്രൂഷയും സേവനവും ചെയ്യുന്നതിനുള്ള ശ്രേഷ്ഠവും അപ്രാപ്യവുമായ ഈ സ്ഥാനത്തിൻ്റെ മഹിമയെ ജ്ഞാനിയെപ്പോലെ നിങ്ങൾ ഗ്രഹിക്കണം. ഈ സ്ഥാനത്തിൻ്റെ മഹിമയും ക്രമവും യഥാർത്ഥമായ സ്ഥിതിയിൽ നിങ്ങൾ കേട്ട് ഗ്രഹിപ്പാൻ തക്ക വിധം സംക്ഷേപമായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. പരിശുദ്ധന്മാരും ഭാഗ്യവാന്മാരുമായ ശ്ലീഹന്മാരുടെ മധ്യസ്ഥതയാൽ വന്യങ്ങളും പരിശുദ്ധങ്ങളുമായ ഉപദേശങ്ങൾ വഴിയായി വിശുദ്ധ സഭയ്ക്ക് കർത്താവിനാൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതും സത്യവിശ്വാസികളായ സകല മൽപ്പാന്മാരും പിതാക്കന്മാരും പിന്തുടരുകയും പഠിപ്പിക്കുകയും ഏൽപ്പിച്ചു തരികയും ചെയ്തിട്ടുള്ളതുമായ മാലിന്യരഹിതമായ സത്യവിശ്വാസത്തെ ഗ്രഹിച്ച് തദനുസരണം ജീവിക്കുന്നത് സകലത്തിലും ഒന്നാമത്തേതാകയാൽ ആയത് വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളുടെ കടമയാകുന്നു. ഇപ്രകാരം ഈ സത്യവിശ്വാസത്തെ സംശയരഹിതമായി നിങ്ങൾ ഏറ്റുപറയണം, വിശ്വസിക്കണം. നമ്മോടുകൂടെ ശിഷ്യനെ പോലെയും ഈ വിശ്വാസം പ്രസംഗിച്ചിട്ടുള്ള വിശുദ്ധ ശ്ലീഹന്മാരുടെയും ഈ വിശ്വാസത്തെ ഉറപ്പിച്ചിട്ടുള്ള മൽപ്പാന്മാരായ പിതാക്കന്മാരുടെയും വ്യതിചലിക്കാത്ത പിൻഗാമിയെപ്പോലെ ഈ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ച് കൊടുക്കണം. വിശുദ്ധ ശ്ലീഹന്മാരും മൽപ്പാന്മാരും എന്ന് വെച്ചാൽ ഒന്നാമതായി അപ്പസ്തോല സമൂഹത്തിൻ്റെ തലവനായ വിശുദ്ധ പത്രോസും അദ്ദേഹത്തിൻ്റെ സഖികളായ ശ്ലീഹന്മാരും അവരുടെ പിന്നാലെയുള്ള സുവിശേഷകന്മാരും ആകുന്നു. അവരോടുകൂടി അഗ്നിമയനായ മാർ ഇഗ്നാത്യോസ്, മഹാനായ മാർ ദിവന്നാസിയോസ്, റോമായിലെ ശ്രേഷ്ഠനായ മാർ യൂലിയോസ്,
പ്രശസ്തനായ മാർ അത്താനാസിയോസ്, മഹാന്മാരായ മാർ ബസേലിയോസ്, മാർ ഗ്രിഗോറിയോസ്, കീർത്തിമാന്മാരായ മാർ ഇവാനിയോസ്, ഹുറിലോസ്, റോമായിലെ ശ്രേഷ്ഠനായ മാർ ലയോനും. അവരോടുകൂടെ സ്ലീഹന്മാരുടെ തലവനായ വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ അനന്തരഗാമിയും പ്രതിനിധിയുമായ റോമായിലെ മാർപ്പാപ്പായാകുന്ന മഹാപ്രധാനാചാര്യനോടും നിങ്ങൾ പറ്റിച്ചേർന്നുകൊള്ളണം. അതോടൊപ്പം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരിശുദ്ധ സുന്നകദോസിനോടും സഭയുടെ തലവനും പിതാവും മേജർ അതിഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനുമായ എനിക്കും പിൻഗാമികൾക്കും നിങ്ങൾ അനുസരണപ്പെട്ടിരിക്കണം. ജീവൻ സമ്പാദിക്കുവാൻ സംഗതിയാകുന്ന വിശ്വാസത്തിൽ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ ആത്മാക്കളെ നേടണം. ദിവ്യങ്ങളായ വിശുദ്ധ കൂദാശകളെ ശുശ്രൂഷിക്കുന്നവർക്ക് യോഗ്യമായ പുരോഹിത നടപടികളിൽ വിശുദ്ധിയോടും നിഷ്കന്മഷമാം വണ്ണവും നിങ്ങൾ വ്യാപരിക്കണം. ശിക്ഷണരഹിതമായ നടപടികളിൽ നിങ്ങൾ ഏർപ്പെടരുത്. അവ പാപവികാരങ്ങളിലേക്ക് നയിക്കുന്ന അവ്യവസ്ഥയുടെ മാതാവാകുന്നു. നേരെ മറിച്ച് സുസ്ഥിര ബുദ്ധിയാൽ നീ ആത്മീയ ശുശ്രൂഷയ്ക്ക് സന്നദ്ധനായിരിക്കണം. മഹാനായ വിശുദ്ധ പൗലോസ് ശ്ലീഹ ഖണ്ഡിതമായി പഠിപ്പിക്കുന്ന പ്രകാരം സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്തേക്ക് നിന്നെ തള്ളിക്കളയുവാൻ ഹേതുവാകുന്ന അതിഭക്ഷണത്തിൽ നിന്നും വിഷയാസക്തിയിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും നിന്നെ തന്നെ സൂക്ഷ്മതയോടെ കാത്തുകൊള്ളണം. നീ വാഗ്വാദപ്രിയനും കോപിഷ്ഠനും ആയിരിക്കരുത്. ശാപവും പ്രാക്കും വഴിയായി ആന്തരികമായ വിധത്തിലോ പ്രതികാര ബുദ്ധിയിലോ ആരെയെങ്കിലും അപമാനിക്കുകയോ അടിക്കുവാൻ നിന്റെ കൈ ബന്ധപ്പെടുകയോ അരുത്. അതിപലിശ, അക്രമമായ കരാറുകൾ, മർദ്ദനം, ശാപകരമായ അപഹരണം ഇത്യാദി ആചാര്യസ്ഥാനത്തിന് യോഗ്യമല്ലാത്ത യാതൊന്നിനോടും നിങ്ങൾ സമീപിക്കരുത്. എന്തുകൊണ്ടെന്നാൽ തിന്മ പ്രവർത്തിക്കുന്ന എല്ലാവരും ദൈവത്തിരുമുമ്പാകെ അശുദ്ധരാകുന്നു. ദിവ്യ രഹസ്യങ്ങളുടെ പരികർമ്മിയും ഭവനാധികാരിയും എന്ന നിലയിൽ നിന്റെ എല്ലാ നടപടികളിലും ജാഗ്രതയുള്ളവനും സൂക്ഷ്മതയുള്ളവനും ആയിരിക്കണം. നിനക്ക് വേണ്ടിയും ആരുടെ മുൻപാകെ നീ ശുശ്രൂഷിക്കുന്നുവോ ആ ജനത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ പക്കൽ നിരന്തരമായ പ്രാർത്ഥനകളും അപേക്ഷകളും ദണ്ഡനമസ്കാരങ്ങളിലും നീ ഏർപ്പെടണം. അജയ്യമായ ആയുധമെന്ന പോലെ ബലമുള്ള നോമ്പിന് നീ സന്നദ്ധനായിരിക്കണം. മഹത്വമുള്ള കിരീടത്താൽ നീ അലങ്കരിക്കപ്പെടുന്നതിനായി സഖികളെ എന്നതുപോലെ അതിഥികളെ സ്നേഹിക്കണം. ഞാൻ സൗമ്യനും താഴ്മയുള്ളവനുമാകുന്നു. എന്നിൽ നിന്ന് പഠിക്കുവിൻ, നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ ആശ്വാസം കണ്ടെത്തും എന്ന് അരുളി ചെയ്ത് നമ്മുടെ കർത്താവിന് ആലയമായിരിക്കാൻ തക്ക വിധം നീ സൗമ്യതയെ അവലംബിക്കുകയും സ്നേഹിക്കുകയും താഴ്മ അഭ്യസിക്കുകയും ചെയ്യണം. നിനക്ക് ജീവിത വിശുദ്ധി ഉണ്ടാവുകയും നിഷ്കപടമായ വിശ്വാസത്തെപ്പറ്റിയുള്ള ജാഗരൂകത നീ പാലിക്കുകയും ചെയ്യുന്ന പക്ഷം മിശിഹാ കർത്താവിൻ്റെ നിരുപമമയമായ മഹത്വമുള്ള സിംഹാസനത്തിന് മുൻപാകെ തനാരാധകരുടെ സ്തുതിയോടുകൂടി പ്രതിഫലം കൊടുക്കുവാനായി എഴുന്നള്ളുന്ന അവസരത്തിൽ നിനക്ക് ലജ്ജാരഹിതമായ മുഖപ്രസത ഉണ്ടാകും. നിന്റെ ശുശ്രൂഷയിൽ വല്ല അപരാധവും നീ വരുത്തിയാൽ അതിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. പൊതുവായി നാമേവരും കർത്താവിൻ്റെ കൃപയ്ക്കും സൗഭാഗ്യപൂർണമായ തൻ്റെ രാജ്യത്തിൻ്റെ പരമാനന്ദത്തിനും യോഗ്യരായി ഭവിക്കട്ടെ. നാം ഒരുമിച്ച് നമ്മുടെ രക്ഷിതാവിനും വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനുമായ തൻ്റെ പിതാവിനും വന്ദ്യനും പരിശുദ്ധനുമായ തൻ്റെ റൂഹായ്ക്കും ഇടപെടാതെയുള്ള സ്തോത്രവും മഹത്വവും നിത്യകാലങ്ങളിലും
തലമുറകളിലും കരേറ്റണം. സത്യവിശ്വാസത്തിൻ്റെ പ്രബോധകരാകേണ്ടവരാണ് പുരോഹിതർ. സഭയുടെ സത്യവിശ്വാസത്തെയും പ്രബോധനാധികാരത്തെയും മുറുകെ പിടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഇപ്പോൾ മേൽപ്പെട്ടക്കാരൻ അർത്ഥികളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവർ സത്യസന്ധമായി അതിനുത്തരം പറയുന്നു. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യമായി ഉത്തരം പറയുക. കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസത്തെ നിങ്ങൾ ഏറ്റുപറയുകയും ശ്ലൈഹിക ഉപദേശങ്ങളെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നുവോ? ഞാൻ ഏറ്റുപറയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. കത്തോലിക്ക തിരുസഭ സ്വീകരിക്കുന്ന പിതാക്കന്മാരെയും മൽപ്പാന്മാരെയും നിങ്ങൾ സ്വീകരിക്കുകയും തിരുസഭ ത്യജിക്കുന്നവരെ നിങ്ങൾ ത്യജിക്കുകയും ചെയ്യുന്നുവോ? തിരുസഭ സ്വീകരിക്കുന്നവരെ ഞാൻ സ്വീകരിക്കുകയും തിരുസഭ ത്യജിക്കുന്നവരെ ഞാൻ ത്യജിക്കുകയും ചെയ്യുന്നു. റോമിലെ മഹാപ്രധാനാചാര്യനായ മാർപ്പാപ്പ തിരുമേനിക്കും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരിശുദ്ധ സുന്നകദോസിനും എനിക്കും നിങ്ങൾ അനുസരണം വാഗ്ദാനം ചെയ്യുന്നുവോ? ഞാൻ അനുസരണം വാഗ്ദാനം ചെയ്യുന്നു. ഇപ്പോൾ അർത്ഥികൾ ഓരോരുത്തരും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രതിജ്ഞാപത്രം വായിക്കുന്നു. അതിൽ കുരിശടയാളമാകുന്ന മുദ്ര വെച്ച് ഉറപ്പുവരുത്തുന്നു. രണ്ടായിരത്തി 25 ഫെബ്രുവരി മാസം 13 തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം താലൂക്കിൽ തിരുവനന്തപുരം നഗരസഭയിൽ വഞ്ചിയൂർ മുറിയിൽ വടക്കേടത്ത് വീട്ടിൽ ശ്രീ ജോൺ മാത്യുവിൻ്റെയും ശ്രീമതി മേരിയമ്മയുടെയും മകൻ 1992 ജനുവരി മാസം 30 ജനിച്ച് ജോസഫ് എന്ന പേര് സ്വീകരിച്ചിരിക്കുന്ന ഞാൻ ഇന്നേ ദിവസം പരിശുദ്ധ റൂഹായാൽ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ അത്യുന്നത കർദിനാൾ നിതാന്തവന്യ ദിവ്യ മഹിമശ്രീ മോറാൻമോർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമനസിൻ്റെ തൃക്കയ്യാൽ തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിക്ക് വേണ്ടി കശീശോ പട്ടം സ്വീകരിക്കുന്ന ഈ വേളയിൽ സ്വമനസ്സാലെ എഴുതി വയ്ക്കുന്ന സത്യപ്രതിജ്ഞ. ഫെബ്രുവരി മാസം 13 തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം താലൂക്കിൽ തിരുവനന്തപുരം നഗരസഭയിൽ ആലിനേറ മുറിയിൽ കോട്ടയിൽ വീട്ടിൽ ശ്രീ അനീഷ് കുമാറിൻ്റെയും ശ്രീമതി സിന്ധുവിൻ്റെയും മകൻ 1996 ഓഗസ്റ്റ് മാസം 20 ജനിച്ച് സിറിൽ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്ന ഞാൻ ഇന്നേ ദിവസം പരിശുദ്ധ റൂഹായാൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ അത്യുന്നത കർദിനാൾ നിതാന്തവന്യ ദിവ്യ മഹിമശ്രീ മോറാൻമോർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബ തിരുമനസിൻ്റെ തൃക്കയ്യാൽ തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിക്ക് വേണ്ടി കശീശോ പട്ടം സ്വീകരിക്കുന്ന ഈ വേളയിൽ സോമനസാലെ എഴുതി വയ്ക്കുന്ന സത്യപ്രതിജ്ഞ. രണ്ടായിരത്തി 25 ഫെബ്രുവരി മാസം 13 പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കൊടുമൺമുറിയിൽ പാല നിൽക്കുന്നതിൽ വീട്ടിൽ മാത്യു വർഗീസിൻ്റെയും ബിന്ദു മാത്യുവിൻ്റെയും മകൻ 1997 ഫെബ്രുവരി മാസം 22 ജനിച്ച് ബെനഡിക്റ്റ് എന്ന പേര് സ്വീകരിച്ചിരിക്കുന്ന ഞാൻ ഇന്നേ ദിവസം പരിശുദ്ധ റൂഹായാൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിയുടെ
മേജർ ആർച്ച് ബിഷപ്പുമായ അത്യുന്നത കർദിനാൾ നിതാന്ത വന്യ ദിവ്യ മഹിമശ്രീ മൊറാൻമോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമനസിൻ്റെ തൃക്കയ്യാൽ തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിക്കു വേണ്ടി കശീശോപട്ടം സ്വീകരിക്കുന്ന ഈ വേളയിൽ സ്വമനസാലെ എഴുതിവെക്കുന്ന സത്യപ്രതിജ്ഞ. രണ്ടായിരത്തി 25 ഫെബ്രുവരി മാസം 13 തീയതി പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏഴംകുളം പഞ്ചായത്തിൽ ഏനാത്ത് മുറിയിൽ മണലുശ്ശേരിൽ തോമസിൻ്റെയും മിനി തോമസിൻ്റെയും മകൻ 1997 ഏപ്രിൽ മാസം 6 തീയതി ജനിച്ച് സാം എന്ന മാമോദീസ പേര് സ്വീകരിച്ചിരിക്കുന്ന ഞാൻ ഇന്നേ ദിവസം പരിശുദ്ധ റൂഹായാൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ അത്യുന്നത കർദിനാൾ നിതാന്ത വന്യ ദിവ്യ മഹിമശ്രീ മോറോൻമോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമനസിൻ്റെ തൃക്കയ്യാൽ തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിക്കു വേണ്ടി കശീശോ പട്ടം സ്വീകരിക്കുന്ന ഈ വേളയിൽ സ്വമനസാലെ എഴുതിവെക്കുന്ന സത്യപ്രതിജ്ഞ. രണ്ടായിരത്തി 25 ഫെബ്രുവരി മാസം 13 തീയതി കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ പഞ്ചായത്തിൽ ചെമ്പനരി മുറിയിൽ ഉഴത്തിൽ വീട്ടിൽ ജോൺ ബേബിയുടെയും ജെയ്മോൾ ജോണിൻ്റെയും മകൻ 1997 ജൂലൈ മാസം 5 തീയതി ജനിച്ച് എബ്രഹാം എന്ന മാമോദീസ പേര് സ്വീകരിച്ചിരിക്കുന്ന ഞാൻ ഇന്നേ ദിവസം പരിശുദ്ധ റൂഹായാൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ അത്യുന്നത കർദിനാൾ നിതാന്ന വന്യ ദിവ്യമഹിമശ്രീ മൊറാൻമോർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാബ തിരുമനസിൻ്റെ തൃക്കയ്യാൽ തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിക്ക് വേണ്ടി കശീശോ പട്ടം സ്വീകരിക്കുന്ന ഈ വേളയിൽ സ്വമനസാലെ എഴുതിവെക്കുന്ന സത്യപ്രതിജ്ഞ. രണ്ടായിരത്തി 25 ഫെബ്രുവരി മാസം 13 തീയതി കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിൽ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ നെല്ലിപ്പള്ളി മുറിയിൽ പൂർണ്ണത്തിൽ വീട്ടിൽ ജി തോമസിൻ്റെയും ജയ തോമസിൻ്റെയും മകൻ 1997 ജൂലൈ മാസം 29 തീയതി ജനിച്ച് ജോബിൻ എന്ന മാമോദിസ പേര് സ്വീകരിച്ചിരിക്കുന്ന ഞാൻ ഇന്നേ ദിവസം പരിശുദ്ധ റൂഹായാൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ അത്യുന്നത കർദിനാൾ നിതാന്ത വന്യ ദിവ്യ മഹിമശ്രീ മൊറോമോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമനസിൻ്റെ തൃക്കയ്യാൽ തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിക്ക് വേണ്ടി കശീശോ പട്ടം സ്വീകരിക്കുന്ന ഈ വേളയിൽ സ്വമനസാലെ എഴുതിവെക്കുന്ന സത്യപ്രതിജ്ഞ. രണ്ടായിരത്തി 25 ഫെബ്രുവരി മാസം 13 തീയതി പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏനാദിമംഗലം പഞ്ചായത്തിൽ ഇളമണ്ണൂർ മുറിയിൽ വാലുതുണ്ടിൽ വീട്ടിൽ മാത്യുവിൻ്റെയും ജോളി മാത്യുവിൻ്റെയും മകൻ 1997 ജൂലൈ മാസം 29 തീയതി ജനിച്ച് ഹാനോക്ക് എന്ന പേര് സ്വീകരിച്ചിരിക്കുന്ന ഞാൻ ഇന്നേ ദിവസം പരിശുദ്ധ റൂഹായാൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ അത്യുന്നത കർദിനാൾ നിതാന്തവന്യ ദിവ്യ മഹിമശ്രീ മൊറാൻമോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമനസിൻ്റെ തൃക്കയ്യാൽ തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിക്ക് വേണ്ടി കശീശോ പട്ടം സ്വീകരിക്കുന്ന ഈ വേളയിൽ സോമനസാലെ എഴുതിവെക്കുന്ന സത്യപ്രതിജ്ഞ.
കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ തിരുസഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സകലതും ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. തിരുസഭ ഉപേക്ഷിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന സകലതും ഞാൻ ഉപേക്ഷിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിക്കു വേണ്ടി കശീശോ പട്ടം സ്വീകരിക്കുന്ന ഞാൻ കത്തോലിക്ക സഭയുടെയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെയും പൊതു കാനോനുകളും നിബന്ധനകളും തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിയുടെ ഭരണ നിബന്ധനകളും അനുസരിച്ചു കൊള്ളാമെന്നും തിരുസഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ തിരുമനസിനും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ ആർക്കി എപ്പാർക്കിയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ മോറോൻമോർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായ്ക്കും പിൻഗാമികൾക്കും കാനോനികമായ അനുസരണം പൂർണ്ണമായും ദൈവികമായും പാലിച്ചുകൊള്ളാമെന്നും ആയുഷ്പര്യന്തം ബ്രഹ്മചര്യം പാലിച്ചുകൊള്ളാമെന്നും ദൈവ തിരുമുമ്പാകെ വാഗ്ദാനവും പ്രതിജ്ഞയും ചെയ്യുന്നു. പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് കുരിശടയാളത്തിൽ താഴെ കയ്യൊപ്പിട്ടിരിക്കുന്നു. എന്റെ ഈ പ്രതിജ്ഞയും ചുമതലയും നിർവഹിക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിക്കട്ടെ. ഈ പ്രതിജ്ഞയുടെ ഉറപ്പിനായി നിങ്ങൾ കുരിശടയാളമാകുന്ന മുദ്ര കുത്തി അത് പൂർത്തിയാക്കുക.
നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ലീബായുടെ ജീവനുള്ള ഈ മുദ്ര നമ്മുടെ കർത്താവിൻ്റെ ദിവസത്തിൽ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ. പ്രധാനാചാര്യ സ്ഥാനത്തിനടുത്ത പ്രകാരവും സ്ലീഹായ്ക്കടുത്ത പ്രകാരവും നിങ്ങളുടെ അടുക്കൽ ഞാൻ നിർവഹിച്ച ഈ സാക്ഷ്യപ്പെടുത്തലിന് ശേഷം നിങ്ങളിൽ നിന്നും വല്ല തെറ്റുകളും ഉണ്ടാകുന്ന പക്ഷം അവയിൽ നിന്നും ഞാൻ വിമുക്തനായിരിക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ആത്മീയ പുത്രന്മാരെ, ഈ ദൈവിക ശുശ്രൂഷയ്ക്കും പരിശുദ്ധങ്ങളും ജീവൻ നൽകുന്നവയുമായ തൻ്റെ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്കും വിശുദ്ധ മദ്ബഹായിലെ യോഗ്യമായ ക്രമീകരണത്തിനും നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ബലഹീനനായ എൻ്റെ മധ്യസ്ഥത മൂലം ഇത് നിങ്ങളെ വിശ്വാസമായി ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഈ സ്ഥാനത്തിന് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവവും തൻ്റെ പരിശുദ്ധ മാലാഖമാരും രഹസ്യത്തിനടുത്ത ഈ പരിശുദ്ധ മദ്ബഹായും ഇതിന് സാക്ഷികളായിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച സത്യവിശ്വാസത്തെ വെടിപ്പോടും കുറ്റമില്ലാത്ത ജീവിതത്തിൻ്റെ സൂക്ഷ്മതയോടും കൂടി നിങ്ങൾ കാത്തുകൊള്ളണം. ആയത് തൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ നിങ്ങൾക്കും ബലഹീനനായ എനിക്കും തൻ്റെ തിരുമുൻപാകെ മനോധൈര്യം ഉണ്ടാകുവാനായിട്ട് തന്നെ ഇവിടെയും കർത്താവിൻ്റെ ദിവസങ്ങളിലും നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് ഞാൻ സ്വതന്ത്രനാകുന്നു.